ജീവിച്ചിരിക്കുന്നവർക്ക് സലാം പറയുമ്പോൾ വിളിക്കേണ്ടതില്ല. അതുകൊണ്ടല്ലേ മിമ്പറിൽ കയറി ഖതീബ് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ അയ്യുഹന്നാസ് എന്ന് പറയാറില്ല. ജീവിച്ചിരിക്കുന്നവരോട് സലാം പറയുമ്പോൾ വിളിക്കേണ്ടതില്ല. മരിച്ചവരോട് പറയുമ്പോ വിളിച്ചു പറയാനാ പഠിപ്പിച്ചത്. യാ അഹ്ലൽ ഖുബൂർ, ഓ ഖബറാളികളെ അസ്സലാമു അലൈക്കും. എന്നിട്ട് നബി തങ്ങൾ എന്താ ചെയ്യുന്നത്? പുത്തൻവാദികൾ പറയാറുള്ളത് ഖബറിന്റെ അടുക്ക പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഖബറിന്റെ അടുക്ക പോകാൻ വേണ്ടി യാത്ര ചെയ്യാൻ പാടില്ല. പിന്നെ ഖബർ ഇങ്ങോട്ട് വരലാണോ സിയാറത്ത്? സുബ്ഹാനല്ലാഹ്, ഖബർ സിയാറത്തിന് യാത്ര ചെയ്താ ശിർക്കാണ് എന്നാണ് വാദം. ഇന്നാ ലില്ലാഹ്, റസൂലുള്ളാഹിനെ കാണാൻ പോയാൽ അത് ശിർക്കാണോ? ഇന്നാ ലില്ലാഹ്. ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ അദ്കാർ എന്ന കിതാബില് റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന അധ്യായം എന്നൊരു അധ്യായമുണ്ട്. പക്ഷേ ഈ പുത്തൻവാദികൾ എന്ത് ചെയ്തു എന്നറിയോ? ആ കിതാബ് അച്ചടിക്കുമ്പോ റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യുക എന്നത് മാറ്റിയിട്ട് മദീന പള്ളി സിയാറത്ത് ചെയ്യുക എന്നാക്കി അധ്യായത്തിന്റെ പേര് മാറ്റിയടിച്ചു. അതാ ഇമാമിങ്ങളെ കിതാബുകൾ ഇപ്പോൾ ഇവരിങ്ങനെ ടിപ്പണി നടത്തിയിട്ട് ഇമാമിങ്ങളെ കിതാബുകൾ തിരിമറി നടത്തുകയാണ്. കാരണം അവർക്ക് ഇസ്ലാം നശിപ്പിക്കലാണ് ലക്ഷ്യം. ഇമാമിങ്ങളെ കിതാബുകളിൽ ഉള്ളത് തിരിമറി നടത്തുകയാണ്. ഇത് ജൂത ക്രിസ്തീയ പണ്ഡിതന്മാരെ ഏർപ്പാടാണ്. ആ ഏർപ്പാട് ഏറ്റെടുത്തവർ ഈ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിക്കാരാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, പണ്ഡിതന്മാര് നോക്കൂ. കശ്ഫുൽ ഖഫാ എന്ന് പറഞ്ഞിട്ട് ഈ വിഷയം പറയാൻ വേണ്ടി മാത്രമുള്ളൊരു കിതാബുണ്ട്. അതിൽ നിങ്ങൾക്ക് ശരിയായ അച്ചടിയിൽ എത്ര എന്താണുള്ളതെന്നും ഈ മുജാഹിദ് പ്രസ്ഥാനം മാറ്റിമറിച്ചത് എന്താണെന്നും ഒന്നല്ല രണ്ടല്ല 10 ഉദാഹരണങ്ങൾ അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഓ മുസ്ലിമീങ്ങളെ, ഇസ്ലാമിന്റെ വിരോധികളായ ഈ പുത്തൻവാദികള്, അവരെ സംബന്ധിച്ച് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മഹാനായ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ് ഭരണാധികാരി, എന്നാൽ ഹബീബ് നബി തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഗതിയാണല്ലോ, ഖബറിന്റെ സമീപത്ത് പോയി ഖബറാളികളെ വിളിക്കുന്നു, എന്നിട്ടോ അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ദുആ നടത്തുന്നു, കൂടെ മരിച്ചവർക്കും ദുആ നടത്തുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അങ്ങനെയാണ്. കാരണം അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ തന്നെ നബിതങ്ങളെ പിന്തുടരുന്നവരാണ്. അപ്പൊ നബിതങ്ങൾ ചെയ്തത് ബക്കറ്റ് കൊണ്ടുവരും. വെള്ളം കോരാനല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നല്ല സംഭാവന കൊടുക്കണം. ഇതൊക്കെ നമുക്ക് കട്ടുകൊണ്ടുവന്നിട്ട് നടത്താൻ പറ്റില്ല. പിന്നെ ചെലവുണ്ടാവുമല്ലോ ദീനീ പ്രവർത്തനത്തിന്, അത് നമ്മളൊക്കെ സംഭാവന കൊടുക്കണം. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, നല്ല ചൂടുവെള്ളം അത് മാറ്റിക്കള വേറെ. ഓ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിന്റെ സമീപത്ത് നിന്നിട്ട് എങ്ങനെ ദുആ ചെയ്യുന്നത്? മുജാഹിദീങ്ങളും ജമാഅത്തുകാർക്കും പറയുന്നത് അറിയോ? ജമാഅത്ത് ഇസ്ലാമികാർ പറഞ്ഞത് ജാറം ഉള്ള ഖുബ്ബയുള്ള ഖബറിന്റെ അടുത്ത് പോയിട്ട് സിയാറത്ത് ചെയ്യാൻ തന്നെ പറ്റൂല. അപ്പൊ മദീനത്തേക്ക് സിയാറത്തിന് തന്നെ പോകാൻ പറ്റൂല. ആയിരിക്കട്ടെ, എന്നാൽ നബിതങ്ങൾ എങ്ങനെയാ ദുആ ചെയ്യുന്നത്? യഗ്ഫിറുല്ലാഹു ലനാ വലക്കും, ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്കും അല്ലാഹു പുറത്തു തരട്ടെ, മരിച്ചു കിടക്കുന്ന നിങ്ങൾക്കും അല്ലാഹു പുറത്തു തരട്ടെ. അപ്പൊ മഖ്ബറയിൽ വെച്ച് ദുആ ചെയ്യുമ്പോ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും ദുആ വേണം, മരിച്ചവർക്ക് വേണ്ടിയും ദുആ വേണം. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഖബറിങ്ക പോയിക്കൂടാ എന്ന് വലിയ പണ്ഡിതനായ ഇബ്നു തൈമിയ്യ പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. അദ്ദേഹത്തിന് പറ്റിയ ഒരു ഭീമാബദ്ധമാണത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ കുറിച്ചൊക്കെ നല്ല വിവരമുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് പറ്റിയൊരു ഭീമാബദ്ധമാണത്. അല്ലാഹുവിന്റെ റസൂല് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഖബറിങ്കിൽ വെച്ച് ദുആ ചെയ്തത് സഹീഹായ ധാരാളം ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ റസൂലുള്ളാഹിന്റെ സമീപത്ത് നിന്ന് ദുആ ചെയ്യുമ്പോ അസ്തഖ്ബിലുൽ ഖിബ്ലത ഔ അസ്തഖ്ബിലു റസൂലല്ലാഹ്, ഞാൻ റസൂലുള്ളാഹിനെ കൊള്ള തിരിഞ്ഞുകൊണ്ട് ഖിബ്ല ബാക്കിലാക്കിയിട്ട് ദുആ നടത്തണോ, അല്ല ഖിബ്ലക്ക് തിരിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിനെ ബാക്കിലാക്കണോ?
മഹാനായ മാലിക് ഇമാം തങ്ങളോട് ചോദിക്കുമ്പോ മാലിക് ഇമാം ഗവർണർക്ക് നൽകുന്ന മറുപടി ബലിസ്തഖ്ബിൽഹു, ഓ ഗവർണറെ, റസൂലുള്ളാഹിനെ കൊള്ള തിരിഞ്ഞു നിന്നോ. വഹുവ വസീലതുക വവസീലതു അബീക്, നിങ്ങൾക്കും നിങ്ങളെ ഉപ്പാപ്പ ആദം നബിക്കടക്കം ഖിയാമത്ത് നാളിലടക്കം മധ്യവർത്തിയാണത്. റസൂലുള്ളാഹിനെ കൊള്ള തിരിഞ്ഞു നിന്നോ. വസ്തശ്ഫീ ബിഹി, എന്നിട്ട് നബി തങ്ങളോട് റെക്കമെൻഡ് തേടിക്കോ. തെളിവെന്താണ്? മാലിക് ഇമാം ഖുർആൻ ഉദ്ധരിക്കുകയാണ്. വഖദ് ഖാല തആല വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക്, തെറ്റ് ചെയ്തു പോയവർ തങ്ങളെ സമീപത്ത് വരട്ടെ, വന്നിട്ട് ഫസ്തഗ്ഫിറുല്ലാഹ്, തങ്ങളെ മുന്നിൽ വെച്ച് അല്ലാഹുവോട് മാപ്പ് ചോദിക്കട്ടെ. സ്ഥലകാലതീതനായ അല്ലാഹ്. പക്ഷേ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് ചോദിക്കുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട്. ഖുർആൻ പറയുന്നു ജാഊക്ക്, തങ്ങളുടെ അടുക്കൽ വരട്ടെ, ഫസ്തഗ്ഫിറുല്ലാഹ്, എന്നിട്ട് അവർ അല്ലാഹുവോട് പൊറുക്കലിനെ ചോദിക്കട്ടെ. വസ്തഗ്ഫറ ലഹുർ റസൂൽ, ആയത്തിന്റെ തഫ്സീർ ഇബ്നു കതീർ രേഖപ്പെടുത്തുന്നു. വസലൂ അയ്യസ്തഗ്ഫിറ ലഹും, അവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ അവർ അല്ലാഹുവിന്റെ റസൂലിനോട് ആവശ്യപ്പെടട്ടെ. എന്നിട്ടോ ഫസ്തഗ്ഫറ റസൂലുള്ളാഹ്, റസൂലുള്ളാഹിനോട് അവർ ആവശ്യപ്പെടട്ടെ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്താൽ അല്ലാഹ് പുറത്തു കൊടുക്കുമെന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് റസൂലുള്ളാഹിനോട് റെക്കമെൻഡ് തേടിക്കോ. മാലിക് ഇമാം ഖുർആൻ ഓതി പഠിപ്പിക്കുകയാണ്. ആ മാലിക് ഇമാം മുശ്രിക്കാണെന്നും ശിർക്ക് പ്രചരിപ്പിച്ച ആളാണെന്നും ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത ആളാണെന്നും പറയുന്നവൻ അള്ളാന്റെ കോടതിയിൽ കൈകടിച്ചിട്ട് കാര്യമുണ്ടാകുമോ? ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും അവനെതിരെ, ലോകത്തുള്ള മുഴുവൻ സഹാബത്തും അവനെതിരെ, ലോകത്തുള്ള എല്ലാ മഹാന്മാരും അവനെതിരെ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് പുത്തൻവാദിയുടെ പ്രസംഗം കേട്ട്, അവന്റെ സീഡി കേട്ട്, അവന്റെ പുസ്തകം വായിച്ച്, അവന്റെ അൽമനാർ വായിച്ച് പിഴച്ചു പോയിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ച് കൈകടിച്ചിട്ട് കാര്യമുണ്ടോ? ഓ മുസ്ലിമീങ്ങളെ, അപ്പൊ സഹാബത്തിന്റെ വിശ്വാസം, സർവ്വ ഇമാമികളെയും വിശ്വാസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനിൽ നിന്ന് മാത്രമല്ല ആ നബി തങ്ങളോട് റെക്കമെൻഡ് തേടണം. കാരണം റബ്ബ് പറഞ്ഞതാണ് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നബി തങ്ങൾ റെക്കമെൻഡ് തേടണം. അല്ലാഹുവിന്റെ നിർദ്ദേശമാണ് നബി തങ്ങളോട് റെക്കമെൻഡ് തേടണം. എന്നാൽ മുനാഫിഖായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിനോട് സഹാബികൾ പോയിട്ട് നീ റസൂലുള്ളാഹിനോടൊന്ന് റെക്കമെൻഡ് തേടൂ എന്ന് പറയുമ്പോ അവന്റെ മറുപടി ഖുർആൻ പറയാണ്. അദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. അതിന് നിങ്ങൾ റസൂലുള്ളാഹിനോട് റെക്കമെൻഡിന് ആവശ്യപ്പെടുവോ എന്ന് പറയുമ്പോൾ മനസ്സിൽ ഈമാനില്ലാത്തവർ തലയങ്ങ് തിരിച്ചു കളയും. അങ്ങനെ റെക്കമെൻഡ് തേടുന്നവരെ അവർ തടയുകയും ചെയ്യും. വഹും മുസ്തക്ബിറൂൻ, അവര് കിബറന്മാരാണ്. ഞങ്ങളെ പഠിച്ചവനോട് ഞങ്ങൾ ഡയറക്റ്റ് അങ്ങ് പറയും, അങ്ങനെ നബിന്റെ ആവശ്യമില്ല എന്ന കിബറന്മാരാണ്. ഖുർആൻ കപട വിശ്വാസികളെ കുറിച്ച് പറയുകയാണ്. ഈ ആയത്തിറങ്ങാൻ എന്തായിരുന്നു അവതരണ പശ്ചാത്തലം? അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിനോട് സഹാബത്ത് പറഞ്ഞതാണ്, നീ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് റെക്കമെൻഡ് ആവശ്യപ്പെടൂ, അല്ലാഹുവിന്റെ റസൂൽ നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ അവൻ പറഞ്ഞതാണ്,
ഞാൻ നിങ്ങളൊക്കെ കൂടി പറഞ്ഞു, നിങ്ങൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയണം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ നിസ്കരിക്കാൻ പറഞ്ഞു, ഞാൻ നിസ്കരിക്കുന്നുണ്ട്. നിങ്ങൾ സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു, ഞാൻ സക്കാത്തും കൊടുക്കുന്നുണ്ട്. ഇനിയോ ഫമാ ബഖിയ ഇല്ലാ അൻ അസ്ജുദ ലി മുഹമ്മദ്. ഇപ്പൊ നിങ്ങൾ എന്നോട് പറയുന്നത് മുഹമ്മദിന് തലകുനിക്കണമെന്നാണ്, മുഹമ്മദിന് സുജൂദ് ചെയ്യണമെന്നാണ്. അതിന് അബ്ദുല്ലാനെ കിട്ടൂല. അവൻ പറഞ്ഞ ആരോപണം കേട്ടോ, നിങ്ങൾ പച്ചക്കള്ളമല്ലേ. സഹാബത്ത് അവനോട് റസൂലുള്ളാഹിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞിരുന്നോ? ഇല്ല, പറയൂല. അല്ലാഹുവിനല്ലാതെ സുജൂദ് ചെയ്യാൻ പാടില്ല. അത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, വിവരമില്ലാത്ത ചിലര് അജ്മീറിൽ പോയി സുജൂദ് ചെയ്യുന്നവരുണ്ട്. ഡൽഹിയിൽ പോയിട്ട് അതാ നിസാമുദ്ദീൻ തങ്ങൾക്ക് സുജൂദ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ വേറെ പല സ്ഥലത്തും സുജൂദ് ചെയ്യുന്നവരുണ്ട്. പച്ച ഹറാമാണ്, കടുത്ത തെറ്റാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അതെന്നും പറഞ്ഞതാണ്, അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ്. വസുജൂദുൽ ജഹലത്തി ബൈന യദൈ മശായിഖിഹിം ഹറാം. ശൈഖന്മാരെ മുമ്പിൽ സുജൂദ് പച്ച ഹറാമാണ്. റുബ്ബമാ യുഅദ്ദി ഇലൽ കുഫ്രി. അത് ചിലപ്പോൾ അവിശ്വാസത്തിലേക്ക് തന്നെ കൂട്ടുന്നതാണ്. ഫത്ഹുൽ മുഈൻ അടക്കം സർവ്വ കിതാബിലുമുണ്ട്. ഒരു വിവരവുമില്ലാത്തവർ മഹാന്മാരെ ഖബറിങ്കിലും മഹാന്മാരെ മുന്നിലുമൊക്കെ സുജൂദ് ചെയ്യുന്നത് ശരിയാണെന്ന് വിചാരിക്കുന്നവർ, അവർക്കെതിരെ നമ്മുടെ പണ്ഡിതന്മാരെന്നും ശബ്ദിക്കുന്നവരാണ്. ഇതുപോലെ ചില മഖ്ബറകളിൽ നടക്കുന്ന അനാചാരങ്ങൾ പലതുമുണ്ട്. അതിനെതിരെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് സംസാരിക്കുന്നവരാണ്. ഇതുപോലെ ഔലിയാക്കളെ പേരിൽ പച്ചക്കള്ളം കെട്ടിപ്പറഞ്ഞ് കറാമത്താണെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. അവർക്കെതിരെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ശക്തിയായി ശബ്ദിക്കുന്നവരാണ്. ഇത് ഞാൻ പറയാൻ കാരണം, ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗത്തിൽ മുജാഹിദിന് നിലനിൽപ്പുണ്ടാവില്ല. ഹദീസ് ഉദ്ധരിച്ച് പറഞ്ഞാൽ മുജാഹിദ് ജമാഅത്തുകാർക്ക് നിലനിൽപ്പുണ്ടാവില്ല. അതുപോലെ ഇമാമിങ്ങളെ കിതാബ് പറഞ്ഞാൽ നിലനിൽപ്പുണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പൊ പരിപാടി എന്താണെന്നറിയോ? സുബ്ഹാനല്ലാഹ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ മുശാവറയിലെ അംഗങ്ങളല്ല. അതേ, അതുപോലെ അംഗീകരിക്കപ്പെട്ട മഹാന്മാരല്ല. പിന്നെയോ ഏതെല്ലാമോ ചില ആളുകൾ തലപ്പാവ് ധരിച്ച് തഥാ താടിയും വെച്ചിട്ട് അവര് ചില സ്ഥലങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്നു. അവരെ പ്രസംഗിപ്പിക്കുന്നത് തന്നെ ഈ പുത്തൻവാദികളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അവര് പച്ചക്കള്ളം പറഞ്ഞ് പ്രസംഗിക്കുന്നു മടവൂര് ശൈഖിന്റെ പേരിൽ. മടവൂര് ശൈഖ് വലിയ മഹാനാണെന്നതിൽ മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ല. മടവൂര് ശൈഖ് ഭ്രാന്തനാണെന്ന് പറയുന്ന മുജാഹിദ് ഉണ്ട്. ഭ്രാന്ത് അവന്റെ തലയിലാണ്, മടവൂര് ശൈഖിനല്ല. മടവൂര് ശൈഖ് വലിയ മഹാനാണ്. സുബ്ഹാനല്ലാഹ്, എത്രയോ ഫർളും സുന്നത്തുമായ നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിച്ചു എന്നല്ല, രാത്രി സമയത്ത് മുഴുവനും എഴുന്നേറ്റ് നിസ്കരിച്ച എത്രയോ രാവുകളുണ്ട്. അതേ, അനുവദിക്കപ്പെട്ട എല്ലാ ദിവസങ്ങളിലും സുന്നത്ത് നോമ്പെടുത്ത എത്രയോ ദിനങ്ങളുണ്ട്. ഒരൊറ്റക്കാരക്ക കൊണ്ട് നോമ്പ് തുറക്കുന്നു, പകുതി അത്താഴത്തിന് ഉപയോഗിക്കുന്നു. അങ്ങനെ മെലിഞ്ഞൊട്ടിപ്പോയ സന്ദർഭങ്ങൾ മഹാനവറുകൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. മൈസൂർ കാട്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് വന്യമൃഗങ്ങൾ പോലും ഇങ്ങനെ നോക്കി നിൽക്കുകയല്ലാതെ മഹാനവറുകളെ തൊടാറില്ല. അങ്ങനെയൊക്കെയുള്ള വലിയ കറാമത്തുണ്ടായ മഹാനാണ് മടവൂര് ശൈഖ്. അതൊക്കെ വലിയ വലിയ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതുണ്ട്. അതെല്ലാം അവിടെ വെച്ചിട്ട് അതൊന്നും പറയാതെ പച്ചക്കള്ളം പറഞ്ഞ് പ്രസംഗിക്കുന്ന ചില പ്രസംഗകരുണ്ട്. അവരെ ക്ലിപ്പിങ്ങൾ കേൾപ്പിച്ചിട്ട് മടവൂരിനെ കുറിച്ച് നിങ്ങളെ വിശ്വാസം ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ച് സുന്നികളെ ഈമാൻ തെറ്റിക്കാൻ വേണ്ടി നടക്കുന്ന മുജാഹിദുണ്ട്. പറയട്ടെ, പഴയ കാലത്ത് കുണ്ടൂട്ടി നേർച്ച എന്ന പേരിലുള്ള നേർച്ച അത് വ്യാജത്തരീഖത്തുകാരെ നേർച്ചയായിരുന്നു. അതുപോലെ കാര്യലാഭത്തിന് വേണ്ടി നടത്തിയ ചില നേർച്ചകൾ ഉറൂസുകളുണ്ട്. അവിടെ കടുത്ത തമ്മാടിത്തം നടത്തിയിട്ടുണ്ട്. അതിനെതിരെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് പരസ്യമായി പ്രസംഗിച്ചപ്പോ സമസ്ത കേരള ജമിയത്തുൽ ഉലമ
ഞാൻ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ അതിനെതിരെ പ്രമേയം പാസാക്കിയപ്പോ അതാ മുജാഹിദിന്റെ നാവടങ്ങിപ്പോയി. ഇതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഈ ഖുറൂസ് കറാമത്ത് പറയുന്ന വ്യാജ തരീഖത്തുകാർക്കെതിരെ ശക്തമായി സംസാരിച്ച് മുജാഹിദിന് ബടി കൊടുക്കുന്ന ഈ വ്യാജന്മാർക്കെതിരെ സംസാരിച്ച് ഇൻഷാ അല്ലാഹ് അതും ഞങ്ങൾ ഇവിടെ നിർത്തിക്കുക തന്നെ ചെയ്യും. യാതൊരു സംശയവും വേണ്ട. ഇവിടെ ദീൻ ഇവിടെ നിലനിർത്തും. അതിനാണ് മുസ്ലിം ജമാഅത്ത്, അതിനാണ് SYS, അതിനാണ് SSF, അതിനാണ് സമസ്ത ജമിയത്തുൽ ഉലമാ. കഴിഞ്ഞ സമസ്ത ജമിയത്തുൽ ഉലമയുടെ മുശാവറയിൽ നിങ്ങളെ നാട്ടുകാരനായ ബഹുമാനപ്പെട്ട താഹ ഉസ്താദ് അവറുകളുണ്ട്. മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് പറഞ്ഞു, കറാമത്ത് പറഞ്ഞു പച്ചക്കള്ള എന്നെ പറ്റിയും പറയുന്നു. മടവൂര് ശൈഖ് കുറഞ്ഞ കാലം നിന്ന ഒരു വീടുണ്ട്. ജനിച്ച വീടുമല്ല, മരിച്ച വീടുമല്ല. ആ വീട്ടിന്റെ പേരാണ് ചിറ്റടി വീത്തൽ. അതാണ് CM എന്ന് പറയും. അവിടുന്ന് ഇറങ്ങിപ്പോയതാണ് മഹാനവർകൾ. പിന്നെ ഒരിക്കലും ഉമ്മാനെ കാണാൻ വേണ്ടി ഉമ്മ ഹജ്ജിന് പോകുമ്പോൾ മറ്റോ അവിടെ പോയിട്ടുണ്ട്. ആ വീട്ടില് ഒരു ബടാപ്പറുണ്ട്. ഒരാള് പ്രസംഗിക്കുകയാണ് തലക്കെട്ടൊക്കെ കെട്ടിയിട്ട്. കാന്തപുരം ഉസ്താദ് ഇക്കൊല്ലം അവിടെ ക്ഷണിക്കാനും വിചാരിച്ചില്ല, പോകാനും വിചാരിച്ചില്ല. പിന്നെ CM ഉറക്കിൽ വന്നിട്ട് കാന്തപുരം ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങൾ അവിടെ പോണം, എന്നിട്ട് ആ ബടാപ്പുറത്തും പോയിട്ട് ഒന്ന് കിടക്കണം, നിങ്ങളെ രോഗം മാറട്ടെ എന്ന് പറഞ്ഞു. ഉസ്താദ് പറയാണ്, സമസ്ത മുശാവറയിൽ വലിയ വലിയ ആലിമീങ്ങളൊക്കെ ഇരിക്കുന്ന സദസ്സിൽ നിങ്ങൾ നാട്ടുകാരൻ, അതെ ഉസ്താദ് സാക്ഷിയാണ്. ഉസ്താദ് പറയും പച്ച കള്ളാണ്. എന്നോട് അങ്ങനെ മടവൂരട്ടെ ഞാൻ സ്വപ്നം കണ്ടിട്ടുമില്ല, എന്നോട്ട് പറഞ്ഞിട്ടുമില്ല, ഞാനൊട്ട ബടാപ്പുറത്ത് കടന്നിട്ടുമില്ല, ഞാനങ്ങ് കേറി ചെന്നില്ല. ഇങ്ങനെ കള്ളം പറഞ്ഞു നടക്കുന്ന കുറെ പ്രസംഗകരുണ്ട്. അവരെ ക്ലിപ്പിംഗ് കേൾപ്പിച്ചിട്ട് ഇതല്ലേ നിങ്ങളെ കറാമത്ത്, എന്റെ കാന്തപുരത്തിന്റെ രോഗം മാറാത്തത് എന്നൊക്കെയാ ചോദിക്കുക. അപ്പൊ നമ്മൾ പെട്ടുപോണ്ട, മുസ്ലിമീങ്ങൾ പെട്ടുപോണ്ട. അത് വ്യാജന്മാരുടെ പദ്ധതിയാണ്. ചിലര് അവര് സ്വന്തത്തിൽ വ്യാജനല്ല, വ്യാജം പറയുന്നത് കേട്ട് പെട്ടു എന്നാണ്. അങ്ങനെയുണ്ട്. സഹീഹ് മുസ്ലിമിന്റെ തുടക്കത്തിലുണ്ട് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുന്നത് എന്തെന്നറിയോ? നബിതങ്ങളെ സംബന്ധിച്ച് ഹദീസ് റിപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കളവ് റിപ്പോർട്ട് ചെയ്തത് ചില നല്ല മനുഷ്യന്മാരാണ്. നല്ല മനുഷ്യന്മാരിങ്ങനെ റസൂലുള്ളാഹിനെ പറ്റി കളവ് റിപ്പോർട്ട് ചെയ്യാം. അവിടെ അത് വിശദീകരിച്ചു. എന്താ വിശദീകരിച്ചോ? മനഃപൂർവ്വം കള്ളത്തരം പറയുന്നതല്ല മഹാന്മാര്, പിന്നെ അവരെ നാവുമ്പലൂടെ കളവ് വരികയാണ്. എങ്ങനെ വരുന്നത്? ഓർന്ന് വരുന്നതല്ല. ചില ആളുകൾ അവരെ പോയി പറഞ്ഞ് പറ്റിക്കുകയാണ്. ചില വ്യാജന്മാര് പോയിട്ട് അവരെ പറഞ്ഞ് പറ്റിക്കും. അപ്പൊ അവര് വിചാരിക്കുന്നത് സത്യമാണ്. നിഷ്കളങ്കന്മാരാം അങ്ങനെയാണോ? കൂടുതൽ ആലോചിക്കൂല. അപ്പൊ അവരത് റിപ്പോർട്ട് ചെയ്യും. അപ്പൊ കളവ് റിപ്പോർട്ട് ചെയ്തവരായി അവര്. അങ്ങനെ എത്രയോ മഹാന്മാരുണ്ടെന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സഹീഹ് മുസ്ലിമിന്റെ തുടക്കത്തിൽ പറയുന്നത്. ഇതുപോലെ ചില നിഷ്കളങ്കന്മാരും ഇത്തരം ചില വ്യാജന്മാര് പറയുന്നത് കേട്ട് പെട്ടുപോയിട്ട് പ്രസംഗിക്കുന്നവരുണ്ട്. അവർ വ്യാജരല്ല. അതുകൊണ്ട് എല്ലാവരും വ്യാജരാന്ന് വിചാരിക്കരുത്, പെട്ടുപോവുകയാണ്. അപ്പൊ നമുക്ക് എന്ത് വേണം? നല്ല തിരിച്ചറിവ് വേണം. വിഷയങ്ങളെ കുറിച്ച് നല്ല തിരിച്ചറിവ് വേണം. അത് ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് പ്രസംഗിക്കുക. അപ്പൊ ഒരു പരിപാടി ഉണ്ട്, എന്താ അറിയോ? ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ കാലത്ത് റാഫിളത്ത് എന്നൊരു കൂട്ടരുണ്ടായി. അതിന്റെ ഒരു ഫോട്ടോ കോപ്പിയാണ് ഇപ്പോഴത്തെ മുജാഹിദ്. റാഫിളത്തിന്റെ വാദാണ് മാസം കണ്ടാലെടുത്തുകൂടാ, കണക്കൂട്ടി നോക്കണമെന്നുള്ളത്. അങ്ങനെ ഒരു കൂട്ടർ ഇപ്പോഴുണ്ട് മുജാഹിദിൽ. കുറേ ഉണ്ട്. അതിൽ കൂട്ടത്തിൽ ഒരു കൂട്ടാണ്. നമുക്കെല്ലാം നോമ്പുള്ള സോൽക്ക് വരുന്ന ആളായി. മണിക്ക് ഫാൻ അതിന്റെ പേര്. നിങ്ങൾ ഫാനാക്കിയാൽ നിരക്കുള്ള ഇനി അല്ല, AC ആക്കിയാൽ നിരക്കുള്ള അള്ളാന്റെ ദീന് തൊട്ട് കളിക്കും. പിന്നെ വേറൊരു കൂട്ടർ എന്താണ്? അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ട് എന്ന് പറഞ്ഞൊരു കൂട്ടർ. അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ട്, അല്ല കേറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്, ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു കൂട്ടർ. റാഫിളത്ത് എന്ന് പറഞ്ഞ പുത്തൻവാദികളെ വാദ. ഇതേപോലെ റാഫിളത്തിന്റെ ഒരു വാദാണ് റസൂലുള്ളാഹി ചെയ്യാത്ത നല്ല കാര്യം ചെയ്തുകൂടാ. അങ്ങനെയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പേച്ചുപോയി എന്ന് പറഞ്ഞു. അതെന്തേ? ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ 2 ചട്ടന്റെ ഉള്ളിൽ എഴുതി വെച്ചു. അതുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ പേച്ചുപോയി എന്ന് പറഞ്ഞു. റാഫിളത്ത അതേ വാദാണ് നബിദിനം കഴിക്കാൻ പാടില്ലായിരുന്നു മുജാഹിദ്. അങ്ങനെ സഹാബത്തിനെ പിഴച്ചവരാക്കി ചിത്രീകരിച്ച റാഫിളത്ത്, ആ റാഫിളത്ത് എന്ത് ചെയ്യുന്നറിയോ? നബി കുടുംബത്തെ വല്ലാണ്ട് ബഹുമാനിച്ചു പറയും, തങ്ങന്മാരെ വല്ലാണ്ട് ബഹുമാനിക്കും. ആ ബഹുമാനം അതിര് കഴിഞ്ഞ ബഹുമാനാണ്. അങ്ങനെ ബഹുമാനിച്ചു കൂട്ടത്തിൽ ഒരു കൂട്ടർ എന്ത് പറഞ്ഞു അറിയോ? അലി ഇബ്നു അബി താലിബ് പടച്ചോനാന്ന് പറഞ്ഞു. അലി ഇബ്നു അബി താലിബ് ബഹുമാനിച്ചു അവസാനം പറഞ്ഞു പടച്ചോനാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റൂലല്ലോ. സുബ്ഹാനല്ലാഹ്.
تمدتهن صار في نبيهم واحكم بما شئت مدحا فيه واحتكمي. ഇമാം ബൂസീരി പറഞ്ഞില്ലേ, ക്രിസ്ത്യാനികൾ പറയുമ്പോൾ പറയരുതേ അള്ളാന്റെ മോനാന്നൊന്നും പറഞ്ഞുകൂടെ റസൂലുള്ളാഹിനെ പറ്റി. അള്ളാന്റെ മോനാന്ന് പറയരുത്, അള്ളാന്റെ ഭാഗാന്ന് പറയരുത്, ഇനി അള്ളാന്റെ അവതാരാന്ന് പറയരുത്, അങ്ങനത്തെ ഒന്നും പറയരുതേ. അള്ളാന്റെ റസൂലിനെ എത്രയും ബഹുമാനിച്ച് പറയാം. പക്ഷെ ഇങ്ങനത്തെ വാദം പറയരുത്. എന്നാ ഒരു കൂട്ടർ വാദിച്ചെടുത്തി എന്നറിയോ, ഈ അലി റളിയല്ലാഹുവിനെ പറ്റി വാദിച്ചിട്ട് ഒരു കൂട്ടർ പറഞ്ഞു പടച്ചവനാണെന്ന്. അത് അലി റളിയല്ലാഹു ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അലി റളിയല്ലാഹുവിനെ ദേഷ്യം പിടിച്ചു. അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞു ഞാനത് പറയൂ, എനിക്ക് ഒറ്റ വിശ്വാസമാണ്, നിങ്ങൾ പടച്ചവനാണ്, ദൈവം എനിക്ക് ഒറ്റ വിശ്വാസം. അപ്പൊ ദൈവം കള്ളത്തരം പറയുന്നേ. അലി റളിയല്ലാഹു പറയുന്നത് ഇരിക്കുന്ന ആളല്ല. അലി റളിയല്ലാഹു പറഞ്ഞു കുറച്ച് തീ കത്തിക്കണമെന്ന്. തീ കത്തിച്ച് ഇവന്റെ ശരീരം തീയിൽ പൊള്ളിക്കുമ്പോ ഇവൻ ഉറക്കം വിളിച്ചു പറഞ്ഞു നിങ്ങൾ എന്നെയാ ദൈവം എന്ന് ഉറച്ചിരിക്കുന്നു. അതെന്താന്ന് ചോദിച്ചു. ഒരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, എന്തിലായു അതിബ് പിന്നാരി ഇല്ല റബ്ബുന്നാർ, തീ കൊണ്ട് തീരെ പഠിച്ച റബ്ബാ ശിക്ഷിക്കാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്നെയാ റബ്ബ് എന്ന് ഉറച്ചിരുന്നത്. ഹിദായത്ത് പോയാൽ അങ്ങനെ, പിഴച്ചു പോയാൽ അങ്ങനെ. അപ്പോ അത് അലി ഇബ്നു അബീ ത്വാലിബിനെ പുകഴ്ത്തി അങ്ങനെ പറഞ്ഞു. വേറൊരു കൂട്ടർ പറഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാം വഹി കൊണ്ട് കൊടുക്കുമ്പോൾ മാറിപ്പോയതാ, അലി ഇബ്നു അബീ ത്വാലിബിന് കൊടുക്കേണ്ടി മുഹമ്മദിന് വീക്കായി പോയതാണ്. അതും ഈ റാഫിലത്തിൽപ്പെട്ട വേറൊരു കൂട്ടറാ. വേറൊരു റാഫിലത്ത് എന്ത് പറഞ്ഞു അറിയോ, സിദ്ദീഖുൽ അക്ബർ പയച്ചു, ഉമർ ഖത്താബ് പയച്ചു പോയി, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എല്ലാവരും പയച്ചു പോയി. പിന്നെ പേക്കാത്ത ഒരാളാരാ അലി ഇബ്നു അബീ ത്വാലിബ്. കുറഞ്ഞ പേവ് മൂപ്പർക്ക് ഉണ്ട് എന്നും പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചു. സിദ്ദീഖുൽ അക്ബർ ഭരണത്തിൽ കയറുമ്പോൾ മൂപ്പർ എതിർത്തില്ല, ഉമർ ഖത്താബിനെ എതിർത്തില്ല, ഭീരുമായിട്ട് അവിടെ നിന്ന് അങ്ങനെ കുറച്ച് പോയ പേപ്പർ കൊണ്ടുവരാൻ. അതാണ് ഷിയാക്കൾ. ഈ ഷിയാക്കളെ പോലെ അലി റളിയല്ലാഹുവിനെ കുറെ പോയി പറയാം. എന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് തന്നെ വേറൊരു സ്ഥലത്ത് ഇകഴ്ത്തിയും പറയാം, മറ്റൊരു സ്ഥലത്ത് മറ്റുള്ളവരൊക്കെ ഇകഴ്ത്തി പറയാം. ഇങ്ങനത്തെ ഒരു ടീമുണ്ട്. അതാണ് വ്യാജത്വരീകത്തുകാർ. മടവൂരിനെ അങ്ങോട്ട് പൊക്കിയിട്ട് സുബ്ഹാനല്ലാഹ് ലോകൊട്ടാകെ നിയന്ത്രിക്കുന്നത് മടവൂരാണ്. അപ്പൊ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒക്കെ മടവൂർ ഇങ്ങനെ നിയന്ത്രിക്കുക. മടവൂര് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇല്ല അതൊക്കെ. അപ്പോ ഈ മുജാഹിദിന് ചോദിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. ഇത് മുജാഹിദിനെ ഉണ്ടാക്കുകയാണ് ഈ കക്ഷികളെ. മുജാഹിദിന് ചോദ്യം ചോദിക്കാലോ, ആകാശവും ഭൂമിയൊക്കെ ഉണ്ടാക്കിയത് മടവൂരാ, ആ മടവൂര് ഇതൊക്കെ നിയന്ത്രിക്കുകയാണെങ്കിൽ അപ്പൊ ലോകോട്ടാകെ നിയന്ത്രിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാനുള്ള അവസരം കൊടുക്കുക. സുന്നത്ത് ജമാഅത്തിന് ഉത്തരവാദിയല്ല. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പഠിപ്പിക്കുന്ന തഫ്താസാനിയുടെ സറഹുൽ മഖാസിദിലും ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിലും ഒക്കെ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവൻ അല്ലാഹു ആണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പല നിയന്ത്രണങ്ങളും പലർക്കും പലവിധത്തിലും കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ? അതെ, ഞാനിപ്പോ ട്രെയിനിന് പോകാൻ പോവാണ്, ആ ട്രെയിൻ നിയന്ത്രിക്കുക ട്രെയിനിന്റെ ഡ്രൈവറാണ് എന്ന് പറയും. അതിന്റെ അർത്ഥം അള്ളാഹ് നിയന്ത്രിക്കുന്നില്ല എന്നല്ല. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമായി ഡ്രൈവർ നിയന്ത്രിക്കുന്നു, പ്ലെയിൻ പൈലറ്റ് നിയന്ത്രിക്കുന്നു, ഈ സ്റ്റേജ് അധ്യക്ഷൻ നിയന്ത്രിക്കുന്നു, സംഘടനയുടെ പ്രസിഡന്റ് നിയന്ത്രിക്കുന്നു, സെക്രട്ടറി നിയന്ത്രിക്കുന്നു ഒക്കെ പറയും. അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് അപ്പുറം ആണ് എന്നല്ല. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് കീഴിൽ ചില നിയന്ത്രണങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ ചില മഹാന്മാർക്കും അല്ലാഹു തആല ചില നിയന്ത്രണങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിന് തസറുഫ് എന്നും നിയന്ത്രണം എന്നൊക്കെ ചിലപ്പോൾ ചില കിതാബുകളിൽ കാണും. അങ്ങനെയുള്ള ചില നിയന്ത്രണങ്ങൾ അതാ സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വെള്ളത്തിനാവശ്യപ്പെട്ടപ്പോൾ വെള്ളം കിട്ടുമെന്ന് നബി തങ്ങൾ പറഞ്ഞില്ലേ? അതവിടുത്തെ കൈകാര്യമല്ലേ? ഇതുപോലെ സഹാബത്ത് വെള്ളത്തിനാവശ്യപ്പെട്ടപ്പോ ബുഖാരിയിലെ ഹദീസല്ലേ, ഒരു പാത്രത്തിൽ കൈവിരൽ വെച്ചുകൊണ്ട് നബി തങ്ങൾ വെള്ളം കൊടുത്തു, അവരുടെ ദാഹം നിയന്ത്രിച്ചു. അങ്ങനെയൊക്കെ ചില നിയന്ത്രണങ്ങൾ മഹാന്മാർക്കുണ്ട്. എന്നല്ലാതെ ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്നവൻ എന്നവരെ കുറിച്ച് പറയാൻ പറ്റൂല. അത്തരത്തിലുള്ള ചില വാചകങ്ങൾ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചും പ്രസംഗിച്ചും ജനങ്ങളെ കൺഫ്യൂഷനാക്കി മുജാഹിദിന് ആശയം ഇട്ടുകൊടുക്കുന്ന ചിലരുണ്ട്. അവരുടെ ആശയം സുന്നത്ത് ജമാഅത്തിന്റെ ആശയമല്ല. ഇനി ഏതെങ്കിലും ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ അങ്ങനെ പറഞ്ഞു പോയെങ്കിൽ അദ്ദേഹത്തിന് ആ ഉദ്ദേശവുമില്ല. അതെങ്ങനെയെന്നറിയോ? നമ്മൾ ചിലപ്പോ പറയും ലോകൊട്ടാകെ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ് എന്ന് പറയും. അങ്ങനെ പറയില്ലേ?
അറിയില്ലേ? ലോകോട്ടാകെ നിയന്ത്രിക്കുന്ന അമേരിക്കയാണ് ഇല്ലേ? പറയലുണ്ട്. ചെകൊണ്ട് നമ്മൾ ഉദ്ദേശം എന്താണ്? ലോകോട്ടാകെ അമേരിക്ക നിയന്ത്രിക്കുന്നു. അങ്ങനല്ല. അത് നമുക്ക് തന്നെ അറിയാം. അമേരിക്ക തന്നെ കൊറോണ ഉണ്ടായിട്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞു അമേരിക്കക്ക്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അത് ചില നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നാണ്. അതിനൊരു പറയുമ്പോ ചിലപ്പോ ചക്ക പോലത്തെ പേന് എന്ന് പറയും. ചിലപ്പോ ചക്കന്റെ അത്ര വലിയ പേനുണ്ടാവുമോ? അതുപോലത്തെ ചില പറച്ചിൽ പറഞ്ഞവരും ഉണ്ടാകാം. അപ്പോഴേക്ക് അവരെ പിടിച്ച് കാഫറാക്കാനും പോകണ്ട. അപ്പൊ സഹോദരന്മാര്, വിഷയങ്ങളെ കുറിച്ച് വിവരമില്ലാത്ത സാധാരണക്കാരെ കൺഫ്യൂഷൻ ആക്കുന്ന അത്തരം വാചകങ്ങൾ എടുത്ത് അതിന്റെ ക്ലിപ്പിംഗ് വെച്ച് മുസ്ലിമീങ്ങളെ ഈമാൻ തെറ്റിക്കാൻ വേണ്ടി നടക്കുന്ന കുറെ കപടന്മാരുണ്ട് ഇവിടെ. ആ കടപ്പരന്മാരുടെ ലക്ഷണമാണ് ഖുർആൻ പറഞ്ഞത്. ഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്. സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണമെന്ന് പറയപ്പെട്ടാൽ അവര് പറയും അത് വിഡ്ഢികളാണ്, അവര് വിശ്വസിച്ച പോലെ വിശ്വസിക്കൂല. അതിൽപ്പെട്ടതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. ആ മനുഷ്യനെ കുറിച്ചാണ് ലാ തഖും, ഓ നബിയേ, അദ്ദേഹത്തിൽ ലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാതാ അബദാ വലാ തഖും അലാ ഖബ്രിഹി. അവനെ മയ്യിത്ത് നിസ്കരിക്കാനും പോകണ്ട, അവന്റെ ഖബറിങ്കിലും പോകണ്ട എന്ന് പറഞ്ഞത് അവന് ഷഹാദത്ത് കലിമ ചൊല്ലാത്തവനല്ല. പക്ഷേ മനസ്സിൽ ഈമാനില്ല. അപ്പൊ ഈമാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈമാൻ ഇല്ലാത്ത ഒരു ടീം ഇവിടെയുണ്ട്. ആ ജനങ്ങൾ മുഅ്മിനീങ്ങളെ ഈമാൻ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഞാൻ ചുരുക്കി പറയട്ടെ, ഇടക്ക് നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി ആയിരുന്ന മർഹൂം AP മുഹമ്മദ് മുസ്ലിയാർ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ, അദ്ദേഹത്തിന്റെ സംബന്ധിച്ചിറങ്ങിയ ബുക്കാണിത്. നിങ്ങൾക്കൊക്കെ വാങ്ങി വായിക്കാൻ സദസ്സിൽ വിതരണമുണ്ട് എന്നറിയിക്കുന്നു.